ഇതിലെ ശ്രീ അനിൽ നമ്പ്യാർ ഇനിയിപ്പോ കുറച്ചു കാലം ഒരു 1-2 ആഴ്ച ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവർ ഒരു പുതിയൊരു സംവിധാനവുമായി ഗുണ്ടാവേട്ട എന്നും പറഞ്ഞിട്ട് ഒരു പുതിയൊരു ആക്ഷനുമായിട്ട് കുറെ പോലീസുകാർ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും, കുറെ ആൾക്കാരെ എടുക്കും, കുറെ ആൾക്കാരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യം കൊടുക്കും, കരുതൽ തടങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറെ അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടും. ഇവിടെ ആവശ്യം എന്താണ്? ഇവിടെ നമ്മളിപ്പോ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വീടുകളിൽ കയറി ആക്രമിക്കുന്നു, സ്ഥാപനങ്ങളിൽ കയറി ആക്രമിക്കുന്നു. ഇവരെയൊക്കെ ഗുണ്ടകളായിട്ട് നമ്മൾ കാണുന്നു. ഇവരൊക്കെ ഗുണ്ടകളുമാണ്. എന്നാൽ ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള ഗുണ്ടകൾക്ക് രാഷ്ട്രീയത്തിന്റെ എല്ലാ മേലാങ്കിയും ഇവർ ചൂടിക്കൊടുത്തിട്ടുണ്ട്. അത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസായിക്കോട്ടെ, അത് പോലീസ് മേഖലകളിൽ നടത്തുന്ന ഗുണ്ടായിസമായിക്കോട്ടെ. ഇവിടെ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള നെക്സസ് എന്ന് പറയപ്പെടുന്നത് സാമ്പത്തികമാണ്. അവരെല്ലാ കച്ചവടത്തിലും പങ്കാളിത്തമുണ്ട് പോലീസ് സംവിധാനത്തിന്. നേരത്തെ ആന്റണി സാർ പറഞ്ഞല്ലോ, ആർജവമുള്ള പോലീസുണ്ട്. സാർ ഉണ്ട് സാർ, ഞങ്ങൾക്കറിയാം അത്. ശബരിമല സമരത്തിൽ നാമജപം ചൊല്ലിയ അമ്മമാരുടെ തണ്ടിൽ ചവിട്ടി ഓടിക്കാനും സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ വീട് കയറിയിട്ട് ആവേശം കാണിക്കാനുമുള്ള ആർജവമുള്ള പോലീസുകാരെ ഞങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആ ആർജവത്തിന്റെ 10% ഈ തെമ്മാടിത്തരം കാണിക്കുന്ന, വേഷം കെട്ട് കാണിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കോ ആളുകൾ ഇരിക്കുന്ന പാളയങ്ങളിലേക്കോ കയറി പോവാനുള്ള ആർജവം പോലീസിന് സാധിക്കാത്തത് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ ഫോൺ കോൾ ഭയന്നിട്ടാണ് എന്ന് ആരോപണം ഞാൻ ഉന്നയിച്ച രാഷ്ട്രീയമില്ലെന്ന് ആന്റണി സാർ പറയരുത്. അങ്ങ് ഈ പൊസിഷനിൽ ഇരുന്നപ്പോ എത്ര ഫോൺ കോളുകൾ വന്നു എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങേക്കും പറയാൻ സാധിക്കും. നോക്കൂ, ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് എല്ലാ വിവരവും ഉണ്ട്. ഇവിടെ പോയി പിടിക്കാൻ പറ്റില്ല, അപ്പൊ ഏരിയ സെക്രട്ടറി വിളിച്ചു. മറ്റോനെ പോയി പിടിച്ചാൽ അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചു. ഇപ്പുറത്തോനെ പോയി പിടിച്ചാൽ അപ്പൊ ലോക്കൽ സെക്രട്ടറി വിളിച്ചു. ഇനി ഇതൊന്നുമില്ലാത്ത ഒരുത്തിനെ പിടിച്ചു കൊണ്ടുവന്നാൽ അവ ഈ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി വേണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നിട്ടുള്ളത് മുഴുവൻ ഇതുപോലെയുള്ള ഗുണ്ടകൾക്ക് ഫാക്ടം ബോസും യൂറിയും ഇട്ട് അവരെ അഴിഞ്ഞാടാൻ വിട്ട് അവർ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അവർ നടത്തിയിട്ടുള്ളതാണ്. ഗുണ്ടകൾക്കൊരു പാർട്ടി ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിലേക്കാണ് ഇവർ പോകുന്നത്. ഇവരുടെ സമരങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവരുടെ യാത്രകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, മുഖ്യമന്ത്രിയുടെ യാത്രകൾ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ നടക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പോലീസ് ഗുണ്ട ഇടതുപക്ഷ കൂട്ടുകെട്ടുകളാണ്. ആ പരസ്പര സഹായ സഹകരണ മുന്നണിക്ക് നേരെയാണ്, അല്ലാതെ നിയമമല്ല മാറ്റി എഴുതേണ്ടത്. ആ പരസ്പര സഹായ സഹകരണ മുന്നണിയാണ് മാറ്റി എഴുതപ്പെടേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ മയക്കുമരുന്ന് എന്ന് പറയപ്പെടുന്ന നമ്മൾ ചെറിയ കാര്യമല്ല. സ്കൂൾ തലങ്ങൾ മുതൽ കോളേജ് തലം മുതൽ പ്രൊഫഷണൽ സംവിധാനങ്ങൾ വരെ ഈ മയക്കുമരുന്നുകൾക്ക്, സിനിമാ മേഖലയടക്കമുള്ള സംവിധാനങ്ങൾ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഈ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുമ്പോൾ ആ മയക്കുമരുന്നിന്റെ വരവിനെ നിർത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഈ പോലീസ് സേനയും അതിന്റെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ വർഗങ്ങളും ഈ കേരളം മയക്കുമരുന്നിന്റെ കീഴിലേക്ക് യുവാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിങ്ങളെടുത്ത നടപടികൾ എന്താണ്? നിങ്ങൾ എടുത്ത നടപടികളുടെ സ്പീഡ് എങ്ങനെയാണ്? അതിന് കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടോ? അതിന് നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ ഞങ്ങളോട് നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ടോ മണിപ്പൂരിൽ പോയി നൃത്തം കളിക്കാൻ പറഞ്ഞിട്ടോ കാര്യമില്ല സാർ. ഈ കേരളം എന്ന് പറയപ്പെടുന്ന സാധാരണക്കാർ ജീവിക്കുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ പോലീസ് ക്രിമിനൽ നെക്സസ് 3 പേരടങ്ങുന്ന ടീം, ആ ടീം പ്രവർത്തിക്കുന്നു. അതിനെതിരെ നമ്മൾ സംസാരിക്കണ്ടേ? ഒരു സെക്കൻഡ് താങ്കൾ അനുവാദത്തോട് പെട്ടെന്ന് സമയമില്ല. അല്ല, ഒരു സെക്കൻഡ് സാർ. ഉല്ലാസ് ബാബു, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനവുമില്ല. ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത് വെളിയിൽ നിന്നാണ്. ആ ലഹരി പദാർത്ഥങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ തടയുവാൻ നിങ്ങളുടെ BJP ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്? അല്ലെങ്കിൽ താങ്കൾ പറയണം, ഇന്ത്യയില്, ഗുജറാത്തില്, അല്ലെങ്കിൽ കേരളത്തില്, നമുക്ക് വേറൊരു അവസരത്തിൽ മറുപടി പറഞ്ഞോട്ടെ. നമുക്ക് അവസാനിപ്പിക്കാൻ സമയം, ചർച്ച അവസാനിപ്പിക്കാൻ സമയം. അല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഉല്ലാസ് ബാബു, മറുപടി പെട്ടെന്ന്. മറുപടി വേണ്ടേ? ഞാൻ പറഞ്ഞ കൃത്യമല്ലേ? അതെ, മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. യെസ്. ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടെന്ന് പിണറായി വിജയൻ ഒരു 24 മണിക്കൂർ പ്രവർത്തനം നോക്കിക്കണ്ടാൽ കേരളത്തിൽ മനസ്സമാധാനം വരും സാർ. കാരണം എന്താണെന്നറിയുമോ? കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, കൃത്യമായ നടപടികൾ, കൃത്യമായിട്ട് ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട ശൈലിയിൽ ഇടപെടുന്നു. അവിടെ ബുൾഡോസർ കൊണ്ടുപോയിട്ടാണെങ്കിൽ ബുൾഡോസർ കൊണ്ടുപോയി, ആയുധ ശൈലിയിലാണെങ്കിൽ ആയുധ ശൈലിയിൽ കൊണ്ടുപോയി, തകർക്കേണ്ടടുത്ത് തകർക്കേണ്ട രീതിയിൽ തകർത്തു കൊണ്ടുതന്നെയാണ് കേന്ദ്ര ആഭ്യന്തര സംവിധാനം മുന്നോട്ട് പോകുന്നത്. അത് സാധാരണക്കാരുടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പോലെ ഖത്തറിലും ഒമാനിലും അതുപോലെ
അതേപോലെ സിറിയയിലും അതുപോലെ ഇസ്രായേലിലും പോയിട്ട് ഒളിച്ചിരുന്ന ഉല്ലാസം നടത്തുന്നതല്ല പ്രവർത്തനം എന്ന് പറയുന്നത്.